എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മലയാളികൾ അനുഭവിക്കുന്ന ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിൽ വളരെയധികം പ്രധാനമുള്ളതും വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതും പരിഹരിക്കേണ്ടതുമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം എന്ന് പറയുന്നത്. നമ്മുടെ ആഹാരശീലങ്ങൾ, നമ്മുടെ ജീവിതശൈലിയിലുള്ള തെറ്റായ ചില സമീപനങ്ങളാണ് പലപ്പോഴും നമ്മൾ കഴിച്ച ആഹാരത്തെ ശരീരത്തിന് കൃത്യമായി പുറന്തള്ളാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ ഭാവിയിൽ വലിയ ഗുരുതരമായിട്ടുള്ള പൈൽസ്, ഫിസ്റ്റുല, അതുപോലെ തന്നെ ക്യാൻസർ പോലെയുള്ള മാരകമായിട്ടുള്ള രോഗങ്ങളിലേക്ക്, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് ഓരോ വ്യക്തിയെയും നയിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ പരിഹരിക്കാം? പലപ്പോഴും രോഗങ്ങൾ വന്നിട്ട് ചികിത്സിക്കാൻ ഇവിടെ ചികിത്സാ സംവിധാനങ്ങളുണ്ട്. നമ്മളായാലും അതിന് ഇഷ്ടം പോലെ പണം മുടക്കാൻ, അതിപ്പോൾ കടം മേടിച്ചിട്ടായാലും സ്ഥലം വിറ്റിട്ടായാലും അല്ലെങ്കിൽ നമ്മൾ പിരിവ് നടത്തിയാണെങ്കിലും ചികിത്സകൾ നടത്താൻ നമ്മുടെ സമൂഹം എപ്പോഴും തയ്യാറാണ്. എന്നാൽ ഇത്തരം രോഗാവസ്ഥകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഓരോ മനുഷ്യരിലും വരാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് ഈ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഓരോ വ്യക്തി അനുഭവിക്കുന്നത്? ഇത് നമ്മൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അക്യുപഞ്ചർ പലപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ജീവിതശൈലി വിശപ്പുണ്ടെങ്കിൽ മാത്രം ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. വിശപ്പ് അറിഞ്ഞ് ആഹാരം കഴിച്ചതിന് ശേഷം അത് ദഹിച്ച് ആ ആഹാരത്തിന്റെ എനർജിയെ, ഊർജത്തെ, ശരീരത്തിന് ആവശ്യമുള്ള വസ്തുക്കളെ ശരീരം സ്വീകരിക്കുകയും ആവശ്യമില്ലാത്തതിന് ശരീരം വേസ്റ്റ്, മാലിന്യം പുറന്തള്ളപ്പെടുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടും നമുക്കറിയാം. മലായിട്ടും മൂത്രമായിട്ടും വേർപ്പായിട്ടും കഫമായിട്ടൊക്കെ പുറന്തള്ളപ്പെടാറുണ്ട്. എന്നാൽ കൃത്യമായ രീതിയിൽ ആഹാരം കഴിച്ച് അത് ദഹിച്ച് മാലിന്യം പുറന്തള്ളപ്പെടുന്ന ഒരു ശരീരത്തിലാണെങ്കിൽ ദിവസവും ചുരുങ്ങിയത് ഒരു 2 തവണ ആ ശരീരത്തിലെ മാലിന്യം പുറന്തള്ളപ്പെടാറുണ്ട്, മലം പോവാറുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇത് കൃത്യമായി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നാം ഓരോരുത്തരുമാണ് സ്വയം പരിശോധിക്കേണ്ടത്. മനുഷ്യനൊഴികെ എല്ലാ ജീവജാലങ്ങളും ഒരു നേരം ആഹാരം കഴിച്ച്, അല്ലെങ്കിൽ ആ വ്യക്തി കഴിച്ച, ആ ജീവി കഴിച്ച ആഹാരം ദഹിച്ച് അതിൻ്റെ മാലിന്യങ്ങൾ പുറന്തള്ളപ്പെട്ടതിന് ശേഷം മാത്രമാണ് മനുഷ്യനൊഴികെയുള്ള ജീവജാലങ്ങൾ, ജീവിവർഗങ്ങൾ ആഹാരം കഴിക്കുകയുള്ളൂ. നമ്മൾ പരിശോധിച്ചാൽ, നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ചുറ്റുമുള്ള ഓരോ പക്ഷികളെയും, മൃഗങ്ങളെയും, ജന്തുജീവജാലങ്ങളെയും നമ്മളൊന്ന് പരിശോധിക്കുക, നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ മനുഷ്യൻ എങ്ങനെയാണ്? ഒരു നേരം ആഹാരം കഴിച്ചു, അത് ദഹിച്ചാലും വേണ്ടില്ല, ഇനിയിപ്പോൾ വിശപ്പുണ്ടായാലും വേണ്ടില്ല, ഉച്ചയായോ വീണ്ടും ആഹാരം കഴിക്കുന്നു, വൈകുന്നേരമായോ വീണ്ടും ആഹാരം കഴിക്കുന്നു. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ ആഹാരത്തിനോടുള്ള താല്പര്യം വർദ്ധിക്കുന്നു. എന്നാൽ ഈ കഴിച്ച ആഹാരം കൃത്യമായി പുറന്തള്ളപ്പെടുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ ഗൗരവമായിട്ട് സമീപിക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പുറന്തള്ളപ്പെടാതിരിക്കുന്ന മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടിയാണ് പലപ്പോഴും ക്യാൻസർ പോലെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഓരോ മനുഷ്യരും എത്തിച്ചേരുന്നത്. ഇതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെ ശ്രദ്ധയോടുകൂടി സാവകാശം ചവച്ചരച്ച്, നമ്മുടെ വായിലെ ഉമിനീരുമായി കലർന്ന് ചവച്ചരച്ച് ആഹാരം കഴിക്കുക, സാവകാശം കഴിക്കുക. നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ളപ്പോൾ ആഹാരം കഴിക്കുക. വിശപ്പ് അറിഞ്ഞ്, വിശപ്പ് മാറിക്കഴിഞ്ഞാൽ ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തോടൊപ്പമുള്ള വെള്ളം കുടി അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. നമുക്ക് ദാഹമുണ്ടെങ്കിൽ ആ ദാഹത്തിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കുക. ലിറ്റർ കണക്കിനുള്ള വെള്ളം കുടിയും നമ്മൾ ഒഴിവാക്കുക. പിന്നെ നമ്മുടെ ശരീരത്തിന് കൃത്യമായ വിശ്രമം, നമ്മുടെ ദൈനംദിനം രാവിലെ മുതൽ വൈകുന്നേരം വരെ പല ജോലിയിൽ, പല പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ആളുണ്ടായിരിക്കും. അപ്പോൾ കൃത്യമായ വിശ്രമം നൽകുക. അതുപോലെ തന്നെ രാത്രി നേരത്തെ ഉറങ്ങുക. നമ്മൾ നിർദ്ദേശിക്കുന്ന സമയം 9 മണി മുതൽ രാവിലെ 3 മണി വരെ ആണ് ഉറങ്ങാൻ പറയുന്നത്. അപ്പോൾ ഈ സമയത്തുള്ള ഉറക്കം ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. എപ്പോഴെങ്കിലും ഉറങ്ങിയിട്ട് കാര്യമില്ല. ശരീരത്തിന് കിട്ടേണ്ട ഉറക്കം എന്ന് പറയുന്നത് രാത്രിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ജീവിച്ചു പോകുന്ന ഒരു ജീവിതശൈലിയുള്ള ഒരു ആളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി അവരുടെ ആഹാരം ദഹിച്ച് മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുകയും അമിതമായിട്ടുള്ള മലബന്ധം ആ ശരീരത്തിൽ ഉണ്ടാവാതെ
ശരീരം തന്നെ സ്വയം അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള രോഗപ്രതിരോധ സംവിധാനങ്ങളും സെൽഫ് ക്യൂറിംഗ് മെക്കാനിസവും ഉപയോഗിച്ചുകൊണ്ട് മാലിന്യത്തെ പുറന്തള്ളപ്പെടുകയും ആരോഗ്യത്തോടു കൂടി ആ ശരീരത്തെ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.